എൻ്റെ പേര് രവിയാണ്. ഞാൻ ഫോറസ്റ്റ് ഹോസ്റ്റലിൽ വന്നിട്ട് 4 വർഷത്തോളമായി. ഇതിൻ്റെ മുന്നേ തോട്ടപ്പണിയായിരുന്നു. തോട്ടപ്പണി എന്ന് പറഞ്ഞാൽ അത്ര പണികളൊന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ 2-3 പണികളുണ്ടാകും. അത്ര പണി കിട്ടിയിട്ട് നമുക്ക് പോരാ. എന്തെന്ന് വെച്ചാൽ ആ പൈസ കൊണ്ട് നമുക്ക് സേവിങ് ഒന്നും നടക്കില്ല, പിന്നെ വീട്ടു ചിലവും നടക്കുന്നില്ല. അതല്ലാണ്ട് ഫോറസ്റ്റ് ഫസ്റ്റ് സമിതിയിൽ വന്നിട്ടാണ് നല്ല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. നല്ല മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പൈസ സേവിങ് ഉണ്ട്, പണിയുണ്ട്. പിന്നെ ശേഷം എനിക്ക് ലീഡർ എന്ന ഒരു സ്ഥാനം കിട്ടി. അതിനുശേഷം 10-60 പേര് ആൾക്കാരാണ് സൈറ്റിൽ പണിയെടുക്കുന്നത്. അവരെ നോക്കാനും അവരെ പണിയെടുപ്പിക്കാനും അതിനെപ്പറ്റി എല്ലാം ഫോറസ്റ്റ് ഫസ്റ്റിൽ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും, പണിയെടുപ്പിക്കാനും സാധിക്കും. പിന്നെ അതല്ലാണ്ട് പണിയുടെ ടീമിനെ നിയന്ത്രിക്കാനും സാധിക്കും. ഇവിടെ വന്ന് ഇവരെ കൂടെ പണിക്ക് ചേർന്ന് ഫസ്റ്റ് ഞാൻ അവിടെ വരുമ്പോൾ ചെടി നടുന്ന പണികളും അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു. ഞാനിവിടെ തോൽപ്പെട്ടി വന്നിട്ട് 3 വർഷമായി. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു പണിയെടുത്തുകൊണ്ടിരുന്നത്. കൊറോണ ആ സമയത്താണ് ഞാൻ അവിടെ വരുന്നത്. ഇവിടെ വന്ന് ഫോറസ്റ്റ് ഫസ്റ്റ് സമിതിയുടെ കൂടെ ഫസ്റ്റ് പണിക്ക് കയറിയത്. ഇവിടെ വന്ന് പണിക്ക് കയറിയതിന് ശേഷം ഞാൻ പിന്നെ പുറത്ത് വേറെ പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല. 3.5 വർഷം ഇവരെ കൂടെ തന്നെയാണ് പണിയെടുത്തത്. പിന്നെ സെന്ന പണി തുടങ്ങി. സെന്നയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെറുതുകൾ ആൾക്കാരെ വെച്ച് വലിച്ച് പറിക്കുക. പിന്നെ നമ്മൾ കുഞ്ഞു ചെടികളൊക്കെ എല്ലാം വലിച്ച് പറിച്ച് ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്കിത് കുറച്ച് വലിപ്പമുള്ളത് പറിക്കാനുള്ളൊരു ആശയം വന്നു. അങ്ങനെ ഫസ്റ്റ് മണ്ണൊക്കെ മാറ്റി വേരൊക്കെ വെട്ടി അങ്ങനെ വലിച്ച് പറിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ടൂൾസ് നമുക്ക് ഇപ്പോൾ ഒരുപാട് ടൂൾസ് നമ്മളിതിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയിൻ ബ്ലോക്ക്, പിന്നെ നമ്മളെ ചെയിൻസോ മരം മുറിക്കുന്ന ഇതൊക്കെയുണ്ട്. ചെയിൻ ബ്ലോക്ക് വെച്ച് നമ്മൾ വലുതൊക്കെ വലിച്ച് സുഖമായിട്ട് പറിക്കാൻ പറ്റും. നമുക്കതിന് കുറച്ച് ആൾക്കാരും മതി, കുറച്ച് സമയം മതി. ചെയിൻ ബ്ലോക്ക് ഉണ്ട്, നമുക്ക് വലിച്ച് പറിച്ച് ചെയിൻസോ കൊണ്ട് മുറിച്ച് പീസാക്കി ഒരു ഏരിയ മൊത്തം വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. 60 പണിക്കാരുണ്ട് നമുക്കിപ്പോൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് കുറേ കടബാധ്യതകളൊക്കെ ഉണ്ടായി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊറോണ സമയത്ത് അവിടെ പണിയില്ലാതെയൊക്കെ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായി. ഇവരെ ഈ സംഘടനയിൽ വന്ന് ഇവിടെ പണിക്ക് കയറിയതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കടങ്ങളൊക്കെ വീട്ടി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടങ്ങളൊന്നുമില്ല. കടങ്ങളൊക്കെ വീട്ടി ഇപ്പോൾ കുറേശ്ശെ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവരെ സംഘടനയിൽ വന്ന ശേഷം. ഞാൻ മാഡത്തിൻ്റെ ഈ സംഘടനയിൽ വന്ന് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തോൽപ്പെട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ ഒരു കാറ്റടിച്ചാലൊക്കെ കറണ്ട് പോകുന്നൊരു മെയിൻ ഏരിയ, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കറണ്ടുകളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇവരെ ഈ സംഘടനയിൽ നമുക്ക് സോളാറൊക്കെ കിട്ടിയിട്ടുണ്ട്. സോളാർ കിട്ടിയതിന് ശേഷം എന്ന് വെച്ചാൽ കറണ്ട് പോയാലും ഇവിടെയൊക്കെ 1-2 ആഴ്ചയൊക്കെ കറണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ സോളാറൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ ഈ കറണ്ട് ബില്ലിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം 10, 200, 300, 400 ആ റേഞ്ചിലൊക്കെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ സോളാർ കിട്ടിയതിന് ശേഷം നമുക്ക് വരുന്നത് 150 രൂപ, 160, 200 ചോടേ വരുന്നുള്ളൂ നമുക്ക്. പിന്നെ 3 വർഷം കൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് പുറത്ത് വേറെ പണി നോക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെയും. പുറത്ത് ഞാൻ പണിക്കും പോയിട്ടില്ല. ഇവിടെ തന്നെ സ്ഥിരമായിട്ട് പണിയുണ്ട് ഇവരുടെ കൂടെ, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഈ തോൽപ്പെട്ടി മേഖലയിൽ തന്നെയാണ് താമസിക്കുന്നത്. നമ്മുടെ ഈ പരിസ്ഥിതിയാണ് ഇത്, നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ആവാസ മേഖല തന്നെ. ഇതിന് ചേർന്നാണ് നമ്മുടെ താമസം. എന്നിട്ട് അടുത്ത് തന്നെയാണ്. അതെങ്ങനെയാണ് ഇതാക്കേണ്ടത്, അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതേപോലെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നത് വേറെ ഒരു ഫീൽഡായിരുന്നു. ഇതിനായിട്ട് യാതൊരു ടച്ചും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ 4 വർഷമായി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്. 4 വർഷമായിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർന്ന് നടക്കുന്ന നമ്മുടെ വീടിനുമായിട്ട് ഈ അവസ്ഥ ഇത് കുറേ ഞാൻ പഠിക്കാനും ഇതിനെക്കുറിച്ച് നമ്മൾ ചേർന്നിട്ട് പ്രവർത്തിക്കാനും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 4 വർഷമായിട്ട് മാറ്റങ്ങളെന്ന് വെച്ചാൽ കുറേ മാറ്റങ്ങൾ, നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടായി. നമ്മുടെ സാമ്പത്തികപരമായ മാറ്റങ്ങളുണ്ടായി. അതേപോലെ നമ്മുടെ തൊഴിൽ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഫീൽഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിലും കുറേ മാറ്റങ്ങൾ നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ ഫോറസ്റ്റ് ഫസ്റ്റ് സമിതി, അതാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ സമിതി.
ഇനി വന്നതിന് ശേഷം നമുക്ക് എന്ന് വെച്ചാൽ കുറേ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യാനും അതിനൊരു ഇതുണ്ടായി. പിന്നെ വേറെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈലും കുറേ ഇതിലേക്ക് വന്നതിന് ശേഷം മാറ്റമുണ്ടായി. വേറെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പുറത്തങ്ങനെ പോയിട്ട് പണിയെടുക്കുന്നോ അങ്ങനെ അല്ല. എനിക്ക് എൻ്റെ ഏജ് അങ്ങനെ ആ ഒരു ഏജായിരുന്നു. പിന്നെ ചെയ്യൽ വന്നു കേട്ട മെയിനായിട്ട് കമ്പ്യൂട്ടർ എക്സൽ എന്ന് വെച്ചാൽ ഇവർ അറ്റൻഡൻസ് ഷീറ്റ് അത് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും എനിക്ക് വലിയൊരു ബെനിഫിറ്റാണ്. അതിൽ നല്ലൊരു പറഞ്ഞു തരാനും നല്ലൊരു പങ്ക് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കുറേ FFSനെ കൊണ്ട് കുറച്ച് നമുക്ക് കുറേ നേട്ടങ്ങളുണ്ടായിരുന്നു. വൈദ്യുതി അങ്ങനെ സോളർ കുറേ അങ്ങനെ മാറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ പണി ചെയ്യുന്ന ഓരോ പിന്നെ മാറ്റങ്ങളും സാലറി ആയാലും നമുക്ക് കിട്ടുന്ന ആ തുക ഇതായാലും ഇങ്ങനെ നമുക്ക് മറ്റേന്നും കുറേ വ്യത്യസ്തമായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഈ പരിസ്ഥിതി വലിയ ഫീൽഡിലേക്ക് വന്ന പരിസ്ഥിതി നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് നമുക്ക് കുറേ സാധിക്കുകയുണ്ടായി. പിന്നെ നമുക്ക് വരുന്ന ഓരോ ഇതിലേക്ക് വരുന്ന ഈ ഫണ്ടർമാരും കാര്യങ്ങളും നമ്മൾ കുറേ സാറുമാരൊക്കെ വന്ന് ക്ലാസ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കൂടുതൽ ഇതിലേക്ക് കുറേ അറിവ് നമുക്ക് അറിയാൻ സാധിച്ചു എന്നതിലുപരി അതേപോലെ നമ്മുടെ ചെയ്യുന്ന വർക്കേഴ്സ് ആണെങ്കിലും നമുക്ക് അതേപോലെ നിൽക്കുന്നുണ്ട് കറക്റ്റ് നമ്മൾ ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ. എൻ്റെ പേര് ഹരീഷാണ്. ഞാൻ ഫോറസ്റ്റ് സമിതിയിൽ വന്നിട്ട് 4 വർഷമായി. ഫോറസ്റ്റ് സമിതിയിൽ വരാത്തതിൻ്റെ മുന്നേ നമ്മൾ കർണാടകത്തിലും ആണ് എല്ലാം ജോലികൾക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് വെച്ചാൽ പണിയുള്ള പോലെയാണ് നമുക്ക് പണി കിട്ടിക്കൊണ്ട് ഉണ്ടായിരുന്നത്. അതായത് സീസണിൽ അപ്പോൾ ഒരു കൂലി എന്ന് വെച്ചാൽ 400 രൂപ ആയിരുന്നു. അപ്പോൾ 6 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടാറ്. അതായത് 2400. അതിൽ നമുക്ക് എന്ത് സാധനം വീട്ടുപകരണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആ 2400 രൂപയ്ക്ക് തികയില്ല ആയിരുന്നു. അത് ഇവിടെ ഫോറസ്റ്റ് സമിതിയിൽ വന്നതിന് ശേഷം നമുക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് നമുക്ക് സ്ഥിരമായിട്ട് പണിയുണ്ട്. എങ്ങോട്ടും പണിക്ക് വേണ്ടിയിട്ട് ഒരു ടെൻഷൻ വേണ്ട. സ്ഥിരമായിട്ട് പണിയുണ്ട്. നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട്, ഒരു ടെൻഷനില്ലാതെ. അതുപോലെ ഈ മരങ്ങളെക്കുറിച്ച് അറിയാനും മൃഗങ്ങളെക്കുറിച്ച് അറിയാനും നമ്മൾ പഠിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയിക്കൊണ്ട് ഉണ്ടായിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. ഫുള്ള് പണീനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറ്. പണി ഇന്ന് കിട്ടുമോ നാളെ ഉണ്ടാവുമോ എന്നൊരു ചിന്തയിലാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടറാണെങ്കിലും GPS ആണെങ്കിലും നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് അജിത്ത്. നമ്മളിതിന് മുമ്പ് ഫോറസ്റ്റ് സമിതിയിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും കർണാടകയിലായിരുന്നു പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരു കോവിഡ് സമയത്തായിരുന്നു നമ്മളെ ഇങ്ങോട്ട് പണിക്ക് വിളിക്കുന്നത്. ശേഷം ഇവിടെ വന്നിട്ട് പണി എന്താണെന്നുള്ള ഒരു അറിയാതെ ഇതിനെക്കുറിച്ചും കാര്യത്തൊന്നും അറിയാതെ തന്നെയായിരുന്നു പണിയെടുത്തുകൊണ്ടായത്. പിന്നെയാണ് ഈ ഫോറസ്റ്റ് വർക്കിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ വന്ന സമയത്ത് ചെടി നടലും ചെന്ന പറിക്കലും ആയിരുന്നു. ചെന്ന എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇതെല്ലാം പോയതിന് ശേഷമാണ് നമുക്ക് കാട്ടിനകത്ത് ഇത്രയും മരങ്ങളും ഇത്രയും മൃഗങ്ങളും പക്ഷികളെല്ലാം ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ഈ ചെന്ന എടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇപ്പോൾ തൂമ്പയിലൊക്കെ ആയിരുന്നു നമ്മൾ ചെന്ന എടുത്തുകൊണ്ടായിരുന്നത്. പിന്നീട് ഈ ചെന്ന എടുക്കുന്ന സീസണിൽ തന്നെ കുറേ ആൾക്കാരെ ഉൾപ്പെടുത്തി കുറച്ചും കൂടി സ്പീഡാക്കി പണികളെല്ലാം കുറച്ചും കൂടി അധികം സ്പീഡാക്കിയിട്ട് ചെന്ന എടുത്തുകൊണ്ടായിരുന്നു. പിന്നെ കുറേ ശേഷം നമുക്ക് മെഷീനെല്ലാം കിട്ടാൻ തുടങ്ങി. ചെന്ന പറിക്കാനും മെഷീനും മറ്റ് കാര്യങ്ങളെ ഫോറസ്റ്റ് ഹൗസ് തന്നെ തരാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഫോറസ്റ്റ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 60ഓളം എംപ്ലോയീസ് ഉണ്ട് ഇപ്പം ഫോറസ്റ്റ് ഹൗസ് സമിതിയിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും കുടുംബം കഴിഞ്ഞു പോകുന്ന ഈ ഫോറസ്റ്റ് ഹൗസ് സമിതി ഉള്ളത് കൊണ്ടാണ്. ഏകദേശം ഒരു 3 വർഷത്തോളമായി ഇവർ വർക്ക് ചെയ്യുന്നത് ഫോറസ്റ്റ് ഹൗസിൽ.
നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ കുടുംബങ്ങളെല്ലാം കഴിഞ്ഞു പോകാൻ വളരെ ഉപകാരപ്പെടുന്നു ഈ ഫോറസ്റ്റ് വകുപ്പ് സമിതി. അവരുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ഈ സെന്ന ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഈ സെന്ന ഉള്ളത് ഫോറസ്റ്റ് ശരിക്കും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ തേനീച്ചകൾക്കും മറ്റു പക്ഷി മൃഗങ്ങൾക്കെല്ലാം വളരെ ഭീകരമായ അവസ്ഥയാണ് സെന്ന ഉള്ളത് കൊണ്ട്. സെന്നെല്ലാം പറിച്ചു ഒഴിവാക്കുന്നു. പിന്നെ നമ്മളിവിടെ പണിക്ക് വന്ന സമയത്ത് നമ്മളൊരു 3 ഏക്കർ നമ്മൾ പ്ലോട്ട് എടുത്തിട്ട് അതിനകത്ത് ഈ GPS വഴി അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ അകത്താണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം GPS എന്താണെന്നും അതിൻ്റെ ഈ ഏരിയ കാൽക്കുലേഷനൊക്കെ ചെയ്ത് അത് പഠിക്കാനൊക്കെ പറ്റി. പിന്നെ ഈ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം കുറേ ആൾക്കാർ തന്നെ പഠിച്ചു. ഫോറസ്റ്റ് ബസ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കഴിയുന്നത്. അതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു.